നിങ്ങളുടെ ഫേവറേറ്റ് സീരിയലുകൾ ടിവിയിൽ വരുന്നതിന് മുൻപേ സൺ നെക്സ്റ്റ് ആപ്പിൽ കാണാം. ഇനി എല്ലാവർക്കും മുൻപേ കാണൂ. ഇപ്പോൾ തന്നെ സൺ നെക്സ്റ്റ് ആപ്പ് ഡൗൺലോഡ് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യൂ. എന്തിനാ അമ്മായി എന്നോട് ഈ ദ്രോഹം ചെയ്തത്? എന്ത് തെറ്റാ ഞാൻ നിങ്ങളോട് ചെയ്തത്? അത് ശരി, ഇപ്പൊ എന്ത് തെറ്റെന്നായോ? എന്റെ മകളെ കാർ കയറ്റി കൊല്ലാൻ നോക്കി, എന്നിട്ടും എന്റെ മോള് നിന്നോട് പുറത്തതല്ലേ? അന്ന് വലിയ വാഗ്ദാനങ്ങളൊക്കെ ആണല്ലോ തന്നിട്ട് പോയത്. ഈശ്വരമംഗലത്തേക്ക് ശിവാനിയെ കൊണ്ടുപോകുന്നോ, അവിടെ കൊണ്ടുപോയി പൊന്നുപോലെ നോക്കി ചികിത്സിച്ച് ഭേദമാക്കി തിരികെ തരൂന്നൊക്കെ വാചകം അടിച്ചല്ലേ രണ്ടുപേരും? എന്നിട്ട് നീ എന്താ ചെയ്തേ? നല്ല അന്തസ്സായിട്ട് കാല് മാറി എന്റെ കൊച്ചിനെ പറ്റിച്ചു, ശരിയല്ലേ? എന്റെ മോളെ വഞ്ചിച്ച നീയും അകത്ത് കിടക്കണം. അതിനു വേണ്ടി തന്നെയാ ഞാൻ കേസ് കൊടുത്തത്. അറിയാത്ത കാര്യങ്ങളാണ് ആന്റി ഇപ്പൊ വിളിച്ചു പറയുന്നത്. ആരും ആരെയും വഞ്ചിച്ചിട്ടുമില്ല, ചതിച്ചിട്ടുമില്ല. ഞങ്ങള് ശിവാനിയെ ഈശ്വരമംഗലത്തേക്ക് കൊണ്ടുപോകാമെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ വാക്ക് ഞങ്ങൾ പാലിച്ചിട്ടുണ്ട്. അന്ന് നടന്നത് എന്താണെന്ന് ആന്റിക്കും അറിയാവുന്നതല്ലേ? ദേ, വെറുതെ എന്റെ മുന്നിൽ അഭിനയിക്കല്ലേ. നിങ്ങൾ കുടുംബക്കാരെല്ലാരും കൂടി ചേർന്ന് കളിച്ച നാടകം ഇതെന്ന് എനിക്ക് നന്നായിട്ട് മനസ്സിലായി. എന്റെ മോളെ കട്ടിലിന്ന് എഴുന്നേക്കാൻ പറ്റാത്ത അവസ്ഥയിലാക്കി കൊല ചെയ്ത് അവളെ വടിയും കുത്തി നടക്കുന്ന പരുവത്തിലാക്കിയിട്ട് നിങ്ങൾ പിറന്നാൾ ആഘോഷിക്കുന്നു അല്ലേ? ഇനി നിന്റെ ആഘോഷമൊക്കെ ജയിലിൽ മതി മോളെ. എന്റെ ശിവാനിക്കൊരു നല്ല ജീവിതം കിട്ടിയില്ലെങ്കിൽ മനസ്സമാധാനത്തോടെ ജീവിക്കാൻ ആരെ അനുവദിക്കില്ല ഈ രേണുക, ഉറപ്പാ. ഇപ്പൊ സമാധാനായല്ലോ നിനക്ക്? എന്നെ പോലും വെല്ലുവിളിച്ചുകൊണ്ട് ശിവാനി ഈശ്വരമംഗലത്തേക്ക് കൊണ്ടുവന്നെന്ന് വാദിച്ചവളല്ലേ നീ? ഇപ്പൊ തനിക്കൊണം മനസ്സിലായല്ലോ. വിഷപ്പാമ്പ് പോലും അതിനെ ചവിട്ടിയെ മാത്രമേ കടിക്കൂ. ഇതൊക്കെ അങ്ങനെയല്ല, മനഃപൂർവ്വം കടിക്കാനായിട്ട് പതുങ്ങിക്കിടക്കുന്ന ജന്മങ്ങളാ. ശിവാനി അങ്ങ് നല്ലവളാക്കി കാണിച്ചിട്ടേ അമ്മ അഭിനയിക്കാൻ ഇറങ്ങിയിരിക്കുവാണല്ലേ? നീ ഒരു കാര്യം മനസ്സിലാക്കിക്കോ നിധി, രേണുകയുടെ ഈ വരവ് പോലും ശിവാനിയുടെ പ്ലാനിംഗ് ആണ്. അവള് തന്നെയാ അവളുടെ അമ്മയെ കൊണ്ട് ഇപ്പൊ കേസ് കൊടുപ്പിച്ചിരിക്കുന്നത്. നിങ്ങൾ എന്ത് കരുതിയാലും എനിക്കൊന്നുമില്ല. എന്റെ മോളെ കൊല്ലാൻ നോക്കിയ കുറ്റത്തിന് നിധി ആഴി എണ്ണും, ഞാൻ എണ്ണിക്കും. എന്റെ മോളെ അവളുടെ ഭർത്താവിനൊപ്പം ജീവിക്കാൻ അനുവദിക്കാത്തവളല്ലേ നീ? എന്നാ പിന്നെ നീയും അങ്ങനെ നിന്റെ ഭർത്താവിന്റെ കൂടെ പൊറുക്കണ്ട. ജയിലിൽ പോയി കിടന്നാ മതി. അപ്പോഴേ നിന്റെ ഈ നിൽക്കുന്ന അമ്മായി അമ്മയ്ക്ക് നേർബുദ്ധി വരൂ. സർ, ഇവര് പ്രതികാരം ചെയ്യുന്നതാണെന്ന് സാറിന് ഇപ്പൊ മനസ്സിലായി കാണുമല്ലോ. അല്ലെങ്കിൽ തന്നെ പരിക്കേറ്റത് ശിവാനിക്കാണ്. അതിനിപ്പോ ഇവരെന്തിനാ പരാതി കൊടുക്കുന്നത്? ആ നിയമമൊന്നും ഗൗതം എന്നെ പഠിപ്പിക്കാൻ വരണ്ട. മകള് പരിക്കേറ്റ് കിടക്കുമ്പോ അമ്മയുടെ പരാതിയും നിയമത്തിന് മുന്നിൽ ജനുവിനാണ്. അത് ഞങ്ങൾ സ്വീകരിക്കും. ഇനി താൻ മിണ്ടിയ വേണ്ടാന്ന് വെച്ച ആ കേസ് ഇനി ഞാനെടുത്ത് ഫയൽ ചെയ്യും, പറഞ്ഞേക്കാം. ഹലോ ആന്റി. കൊള്ളാവടി, നിന്റെ സ്വഭാവം ഗംഭീരമായിട്ടുണ്ട്. എന്താ ആന്റി കാര്യം? കാര്യം എന്താന്ന് വെച്ചാ പറ. വേണ്ട, കാര്യങ്ങളെല്ലാം പറഞ്ഞേൽപ്പിച്ച് നിന്റെ അമ്മയെ പറഞ്ഞയച്ച് ഉദ്ദേശം സാധിച്ചെടുത്തു അല്ലേ? ആന്റി പറയുന്നത് എന്താണെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. ദേ ശിവാനി, നിന്റെ അഭിനയൊന്നും എന്നോട് വേണ്ട. നിന്റെ പ്ലാൻ അനുസരിച്ച് തന്നെ നിന്റെ അമ്മ കാര്യങ്ങൾ നീക്കി. ഇപ്പൊ ഈശ്വരമംഗലത്തെ എല്ലാ ആൾക്കാരും പോലീസ് സ്റ്റേഷനിലാ.